Let us discuss topic surface and curves in 3 dimensions. 3 dimensional സ്പേസിൽ നമുക്ക് സർഫസുകളും അതോടൊപ്പം കർവുകളും രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 2 dimensional കേസിൽ നമുക്ക് കർവുകൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ 3 dimensional കേസ് ആകുമ്പോൾ സർഫസുകളും അതോടൊപ്പം കർവുകളും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സ്പിയർ എന്നുള്ള ഒരു സർഫസാണ്. പ്ലെയിനുകൾ സർഫസാണ്. കർവുകളായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ, 3 dimensional സ്പേസിലെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സർക്കിൾ കൺസിഡർ ചെയ്യാം. എലിപ്സ്, അതെല്ലാം 3 dimensional സ്പേസിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ കർവുകളെയും സർഫസുകളെയും നമുക്ക് ഇക്വേഷൻസ് ആയിട്ട് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഒരു സർഫസ്, 3 dimensional സ്പേസിലെ ഒരു സർഫസിനെ നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന് കാർട്ടീഷ്യൻ ഫോമിൽ, അല്ലെങ്കിൽ പാരാമെട്രിക് ഫോം. അതായത് ഇക്വേഷൻ ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0, അതല്ലെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു സം ജി ഓഫ് എക്സ് വൈ. ആ രീതിയിൽ നമുക്കൊരു സർഫസിനെ റെപ്രസെന്റ് ചെയ്യാം ഇക്വേഷനായിട്ട്. അതല്ലെങ്കിൽ പാരാമെട്രിക് ഫോം, 2 പാരാമീറ്റർ യു വി, 2 പാരാമീറ്റർ വെച്ചോട്ട് എക്സ് ഈക്വൽ ടു F1 യു വി, വൈ ഈക്വൽ ടു F2 യു വി, ഇസഡ് ഈക്വൽ ടു F3 യു വി. അതെന്നുള്ള ഒരു സർഫസിനെ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്പിയർ നോക്കാം. സെൻറ്റർ, ഒറിജിൻ, റേഡിയസ് സ്മോൾ ആയിട്ടുള്ള സ്പിയറിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് S² + Y² + Z² = A² ആണ്. അതിനെ പാരാമെട്രിക് ഫോമിൽ നമുക്ക് എഴുതാം. X = A sin u cos v, Y = A sin u sin v, Z = A cos v. അതൊരു ഫോം. അതല്ലെങ്കിൽ X = A × 1 - v² / 1 + v² cos v, Y = A × 1 - v² / 1 + v² sin u, Z = 2ab / 1 + v². ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് പാരാമെട്രിക് ഫോമിൽ കാർട്ടീഷ്യൻ 2 രീതിയിൽ സർഫസുകളെ റെപ്രസെന്റ് ചെയ്യാം. ഇനി വേറെ ഒരു എക്സാമ്പിളാണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. ഒരു ax + by + cz = d. അങ്ങനെയുള്ള ഇക്വേഷൻസ് എല്ലാം പ്ലെയിനുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അതിനെ അതുപോലെ പ്ലെയിനുകളെ വേണേൽ പാരാമെട്രിക് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി കർവുകളെ കുറിച്ച് പറയാം. 3 dimensional സ്പേസിലെ കർവുകളെ നമുക്ക് ഇതേപോലെ സർഫസുകൾ പറഞ്ഞ പോലെ തന്നെ പാരാമെട്രിക് ഫോമിലും എഴുതാം, അതല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിലും പറയാം. അതായത് ഒരു കർവ് അതായത് ഇങ്ങനെയായിരിക്കും. ഒന്നെങ്കിൽ X = F1t, Y = F2t, Z = F3t. അതാണ് പാരാമെട്രിക് ഫോം. T is the പാരാമീറ്റർ. ടിയുടെ വാല്യൂ അനുസരിച്ച് കർവിലെ പോയിന്റുകൾ മാറും. അതല്ലെങ്കിൽ ഒരു കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സർഫസുകളുടെ ഇന്റർസെക്ഷൻ ആയിരിക്കും. 2 സർഫസുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ആ സർഫസുകളുടെ ഇക്വേഷൻ F of x y z = 0 G of x y z = 0 ആണെങ്കിൽ അത് ആ പെയർ ഓഫ് ഇക്വേഷൻ റെപ്രസെന്റ് ദ കർവ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കർവ് എന്ന് പറഞ്ഞാൽ 2 ഇക്വേഷനായിട്ട്, പെയർ ഓഫ് ഇക്വേഷനായിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. പാരാമെട്രിക് ഫോം ആണെങ്കിൽ 3 ഇക്വേഷൻ, X = F1t, Y = F2t, Z = F3t. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ ഇപ്പം 0 0 0 1 1 1 ഇത് 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഒന്നെങ്കിൽ X = Y, Y = Z. ഈ 2 ഇക്വേഷനായിട്ട് എഴുതാം. X = Y എന്നുള്ള ഒരു പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യും, Y = Z എന്നുള്ളത് വേറെ പ്ലെയിൻ. 2ൻ്റെ ഇൻ്റർസെക്ഷനാണ് ആ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അങ്ങനെ എഴുതാം. അതിലെ പാരാമെട്രിക് ഫോമിലാണെങ്കിലോ X = T, Y = T, Z = T. ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ, X0 Y0 Z0 എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് എയും ബിയും സിയുമാണ്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് സ്ട്രെയിറ്റ് ലൈനെ X ആക്സിസും Y ആക്സിസും Z ആക്സിസും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളുകൾ എടുക്കുക. അതിൻ്റെ കോസ് വാല്യൂസിനെയാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. 3 വാല്യൂ ഉണ്ടാവും ഡയറക്ഷൻ കൊസൈൻസ്. X ആക്സിസ് ആയിട്ടുള്ള ആംഗിളിൻ്റെ കോസ് വാല്യൂ, Y ആക്സിസ് ആയിട്ടുള്ള ആംഗിളിൻ്റെ കോസ് വാല്യൂ, Z ആക്സിസ് ആയിട്ടുള്ള ആംഗിളിൻ്റെ കോസ് വാല്യൂ. അത് 3 കൂടി വരുമ്പോഴാണ് ഡയറക്ഷൻ കൊസൈൻസ്. ആ ഡയറക്ഷൻ കൊസൈൻസിനെ 3 എണ്ണത്തിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരേ കോൺസ്റ്റന്റ്
കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടുന്നതാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അത് കടന്നു പോകുന്ന ഒരു പോയിന്റ് x0 y0 z0 അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ സ്മോൾ എയും സ്മോൾ ബിയും സ്മോൾ സി ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതായിരിക്കും x മൈനസ് x0 ബൈ എ ഇസിക്കൽ ടു y മൈനസ് y0 ബൈ ബി ഇസിക്കൽ ടു z മൈനസ് z0 ബൈ സി എന്നായിരിക്കും. പാരാമെട്രിക് ഫോം പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം എക്സ് ഇസിക്കൽ ടു x0 പ്ലസ് എ ഇൻറ്റു ടി, y ഇസിക്കൽ ടു y0 പ്ലസ് ബി ഇൻറ്റു ടി എന്നും z ഇസിക്കൽ ടു z0 പ്ലസ് സി ഇൻറ്റു ടി അങ്ങനെയായിരിക്കും. അപ്പം ഇവിടെ ബേസിലെ സ്ട്രെയിറ്റ് ലൈനെ അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഏതൊരു ബേസിൽ ഏത് കർവ് എടുത്താലും ഈ പറഞ്ഞ രണ്ട് രീതിയിൽ ഒന്നേ പാരാമെട്രിക് ഫോമിൽ അല്ലെങ്കിൽ എ പെയർ ഓഫ് ഇക്വേഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും.